മാറല് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ദൃശ്യം. അതൊക്കെ ചെയ്ത് നിങ്ങൾക്കും ആവാം കേട്ടോ. ഗണപതി ഭഗവാന്റെ പ്രസാദമാണ്. പിന്നെ ഇനി അതിൽ നിന്ന് പൂവെടുത്ത് ചെവിയിൽ വെക്കും, കുഞ്ഞിൻ്റെ ചെവിയിൽ വെക്കുക. നിങ്ങൾക്കും ഒരു പ്രസാദം എടുക്കാം. മോളിലോട്ടി നമുക്ക് പഠിക്കണ്ടേ? പാട്ട് പാടാൻ പഠിക്കണം, ചിത്രം വരയാൻ പഠിക്കണം, ഡാൻസ് പഠിക്കണം, ഒരുപാട് പഠിക്കാനുണ്ട് മോളെ കേട്ടോ. നിങ്ങൾ ആ തലചേരി വക്കിങ്ങനെ പിടിച്ചു കേട്ടോ. ഇനി കുഞ്ഞിൻ്റെ വലത്തെ കൈ വരൽ കൂട്ടിപ്പിടിച്ചു. അത് കൂട്ടിപ്പിടിച്ചാൽ മതി. കാരണം ഇന്ന വിരലൊന്ന് കണക്കാക്കിയാൽ അത് കിട്ടിക്കോളുന്നില്ല, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. കരി ഇതിനെഴുതിക്കും അല്ലേ? കുഞ്ഞുമോളെ കൊണ്ട് ഹരി എന്ന് വേഗം എഴുതിച്ച് പിടിക്കല്ലേ മുകളിൽ. സാരില്ല നിങ്ങൾ പറ എന്ന് പറഞ്ഞ് അന്താളിപ്പിക്കല്ലേ. കാരണം എഴുത്തിന് പ്രാധാന്യം കൊടുക്കണം. എഴുതാൻ വേണ്ടി ഇവിടെ കുഞ്ഞിനെ കൂട്ടിക്ക് വിട്ടുന്നത്. പറയുന്നെങ്കിൽ പറയട്ടെ. ഹരി എഴുതിയ ശ്രീ അത് തന്നെ ശ്രീ. ഇനി ഗ മണി എന്നുള്ള ഗണ. ഇനി പ ഇനി ത. ഇനി ഏ മോളയിൽ നോക്ക്, അതിൽ നോക്കിയാൽ മതി. ഏ ഇനി നാ മാന്ന് എഴുതിയിട്ട് അതിനിപ്പുറത്ത് മേലും താഴെ ഒരു കുത്തിടണം. വിസർഗം എന്ന് അതിന് പറയാം. നാമ. ഇപ്പോൾ ഈ ചെയ്തതെല്ലാം ദേവീ ദേവന്മാരെ പ്രാർത്ഥിക്കുന്നതാണ്. ഇനിയാണ് വിദ്യാരംഭം തുടങ്ങുന്ന ഹരി. അതായത് ഹരി ശ്രീ ഗണപതി. ഹരി എന്നുള്ളത് മഹാവിഷ്ണു, ശ്രീ ഭഗവതി, ഗണപതി. ഹരി ശ്രീ ഗണപതിയെ നമ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നു. ഇനി ഹരി എന്ന് ഒറ്റ വലിയിൽ എഴുതണം. അത് ലേശം ചെറുതായിട്ടോ, എന്നിട്ട് അതിൽ തന്നെ കൊള്ളിക്കണം. ആ ഒരൊറ്റ വരിയിൽ ഹരി. അത് മഹാവിഷ്ണുവിൻ്റെ നാമം. സാക്ഷാൽ ബദരീനാഥ് മുതൽ കടലായ കൃഷ്ണൻ വരെയുള്ള എല്ലാ വിഷ്ണു ഭഗവാന്മാരും എവിടെ എത്തി. ഹരി. ഇതുപോലൊക്കെ വീട്ടിൽ നിന്ന് എഴുതിക്കും. ഇന്നും നാളെയും മറ്റന്നാളും കേട്ടോ. സമാധാനത്തിൽ നല്ല ക്ഷമയുള്ള ആൾ എടുത്തിരിക്കണം. എന്നിട്ട് കുഞ്ഞിനെ കൊണ്ട് എഴുതിക്കുക. നല്ല ചിത്രം വരച്ചുകൊണ്ടേ ഇരിക്കട്ടെ. നല്ല കയ്യക്ഷരമാവും. അക്ഷരം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാം വൃത്താണ്. സന്ധ്യാസമയത്ത് മാത്രം വർജ്യം. നാമജപത്തിനുള്ളതാണ്. ഇങ്ങോട്ട് വാ മോളെ. കുഞ്ഞുമോൾ ഇങ്ങോട്ട് വന്നു. മോളെ പേരെന്താ മോളെ? അല്പം പരിഭ്രമത്തിലിട്ടത്, പക്ഷേ എങ്കിലും ശ്രദ്ധിച്ചു. മതി കുഞ്ഞിനെ അധികം ഇതാക്കല്ലേ, വിഷമിപ്പിക്കല്ലേ. മോളൂട്ടി ഇത് വാങ്ങിയിട്ട് അവർക്ക് കൊടുത്ത വീടല്ലേ. പ്രസാദം വീഴരുത്. ഇനി ഇതാ നിങ്ങളുടെ അടുത്തുള്ള മോതിരം അല്ലെങ്കിൽ സ്വർണ്ണ സാധനം എന്തായാലും കുഴപ്പമില്ല. കഴുകി വൃത്തിയാക്കിയിട്ട് ഈ തേനിൽ മുക്കിയിട്ട്, ഇതിൽ തേനുണ്ട് ധാരാളം. തേനിൽ മുക്കിയിട്ട് കുഞ്ഞിനെ നാവിൻ്റെ ഹരിന്ന് പുറത്തുനിന്ന് എഴുതിക്കണം. അവിടെ വാട്ടർ ടൈപ്പ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഈ ബാക്കിയുള്ള തിരുമോതിരം എല്ലാവർക്കും സേവിക്കാം. ദേവിയുടെ പ്രസാദം ഇത് നിങ്ങളാരും പറയാതെ എല്ലാം ഇതിൽ നിന്ന് തേൻ ഇവിടെ ഇട്ടാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ശരി. അപ്പോൾ ശ്രീധിക അങ്ങനെ വെക്കരുത്. കുഞ്ഞിൻ്റെ കൈയൊന്ന് തൊട്ടിട്ട് തരണം. കാരണം ജീവിതത്തിൽ ആദ്യത്തെ ഗുരുദക്ഷിണയായിരുന്നു. അത് എത്രയാണെന്നുള്ളത് ഒരു പ്രശ്നമല്ല. അത് വെച്ചുകൂടാ, ഇങ്ങനെ തരണം. അതാണ് അത് 1 രൂപയായാലും ശരി. അതിൻ്റെ മൂല്യം കോടികളാണ്. പൈസക്കല്ല ഇനി വില. ശരി.